ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടും നിഷ്കളങ്ക മനസാക്ഷിയോടും സത്യസന്ധതയോടും കൂടെ നാം അടുത്തു ചെല്ലണം. അപ്രകാരം നാം ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുകയും യാചനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ദൈവവചനം ഇങ്ങനെ പറയുന്നു. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളുടേതാകുന്ന പുറമേ ഉള്ള അവസ്ഥകൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയോ എടുത്തു പറയുകയോ ചെയ്യുന്നതിനേക്കാൾ ഹൃദയപരമാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ, ഏകാഗ്ര ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലണം. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ ഒരു രൂപാന്തരം, യഥാർത്ഥമായ ഒരു മാനസാന്തരം, കാപട്യങ്ങൾ, കള്ളത്തരങ്ങൾ, തെറ്റായ മൂല്യങ്ങൾ ഇവയൊക്കെ വിട്ട് ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ഒരുവൻ അടുത്ത് ചെല്ലുവാൻ തയ്യാറാകുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ആകാശം കീറി ഇറങ്ങി വരുമെന്ന് ദൈവവചനം പറയുന്നു. നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ മൂടുപടങ്ങളെ കീറിക്കളവീൻ. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായം 21-ാം വാക്യം. പലപ്പോഴും നമുക്കൊക്കെ പലതരത്തിലുള്ള മൂടുപടങ്ങളുണ്ട്. ലോകം കാണാത്ത, ലോകമറിയാത്ത, പക്ഷെ ലോകത്തിൽ ഉള്ളതിനെയെല്ലാം കാണുന്ന ചില മൂടുപടങ്ങൾ. അവയൊക്കെ നാം മാറ്റിക്കളയേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ നാം ദൈവസന്നിധിയിൽ ഇറങ്ങിച്ചെന്നാൽ, അടുത്ത് ചെന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. തീ കൊണ്ട് ചുള്ളി കത്തുന്നത് പോലെയും വെള്ളം തിളയ്ക്കുന്നത് പോലെയും ദൈവം ആകാശം കീറി ഇറങ്ങി വരും. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അതെ, ദൈവം ആകാശം കീറി ഇറങ്ങി വരും. വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്ന ദൈവം, സത്യസന്ധരെ തിരഞ്ഞ് അന്വേഷിക്കുന്ന ദൈവം, വിശുദ്ധിയിലും നിർമ്മലതയും ജീവിക്കുന്നവരെ അന്വേഷിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴിയുമായി ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും.